നല്ല ശമ്രായനായി നീ വന്നു നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി. ഷാജിക്ക് പകരം ഷാജി മാത്രം, കരുതൽ ഷാജി എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഇതുപോലത്തെ ഒരു മനുഷ്യൻ നമുക്ക് കിട്ടാൻ പ്രയാസമാണ്. ഇതുപോലൊരു ദൈവത്തിന് സമം എന്ന് പറയാം. ഷാജി ചേട്ടനാണ് എൻ്റെ വർഷങ്ങളായിട്ട് എൻ്റെ കസ്റ്റമറാണ്. സ്വന്തം കാര്യത്തിന് പോലും പോകാതെ പാവപ്പെട്ടവർക്ക് വേണ്ടി കാര്യം നടത്തുന്ന ആളാണ്. സങ്കടപ്പെട്ട് വരുന്നവരെ കാണുമ്പോൾ, ഷാജിച്ചായനെ കാണുമ്പോൾ ആയിരങ്ങളാണ് അണിനിരക്കുന്നത്. റോഡിലിറങ്ങിയാൽ ഗജരാജാവ് ഇറങ്ങി നിൽക്കുന്ന ഒരു പ്രീതിയാണ്. കാരണം 1 രൂപ പോലും ഇല്ലാതെ ഞങ്ങൾ തുടങ്ങിയാൽ 50,000 എന്ന് കുറഞ്ഞത് ഞങ്ങളുടെ കുടുക്കയിൽ വീണിട്ടില്ല. അതാണ് ദൈവപുത്രനായി വരുന്ന ഷാജിച്ചായൻ എൻ്റെ അനുഭവത്തിൽ. നമ്മുടെ പാവങ്ങൾക്ക് ഒരു വലിയ രക്ഷകനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൽപ്രവൃത്തികളെ ദൈവം നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിർധന യുവതികളുടെ വിവാഹം, വീട് വെച്ച് കൊടുക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. സാമൂഹിക നന്മ, കാരുണ്യ പ്രവർത്തനത്തിന് അതിലുപരി മാനസിക സന്തോഷമാണ് ഇത് പ്രദാനം ചെയ്യുന്നത്. അവന്റെ ജീവൻ നിന്റെ സ്വന്തമാ എന്നും കരുതേണമെന്ന ദിവ്യവാക്കു നൽകിടാം ഞാൻ എനിക്കുള്ളതെല്ലാം, നൽകിടാം ഞാൻ എനിക്കുള്ളതെല്ലാം, നിന്റെ സ്നേഹം എല്ലാവർക്കുമേകാം. പിന്നീട് എപ്പോഴാണ് ഈ ഒരു വിവാഹം നടക്കാത്ത കുടുംബങ്ങളിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്ന രീതിയിലേക്ക് വന്നത്? ഞങ്ങളുടെ ഒരു വീട്ടിൽ ഈ ഭക്ഷണപ്പൊതിയുമായി പോയപ്പോൾ 2 പെൺകുട്ടികളും ഒരു മാനസികരോഗിയുമായൊരു അമ്മ പോകുന്ന വഴിക്ക് 1 കിലോമീറ്ററോളം റോഡിൽ നിന്ന് നടന്നു പോകണം വീട്ടിലോട്ട്. ഈ പോകുന്ന വഴിക്ക് പലരും പറഞ്ഞു അങ്ങോട്ട് പോകണ്ട, ചീത്തവിളി കേൾക്കും. അപ്പോൾ ചീത്തവിളിയില്ലേ കേൾക്കത്തുള്ളൂ. ഞങ്ങൾ 3-4 പേരുണ്ട്. അവിടെ ചെന്നപ്പോൾ ചീത്തവിളിക്ക് പകരം ഈ അമ്മ കരഞ്ഞുകൊണ്ട് ഒരു കതവ് തുറക്കുകയാണ്. ഈ കതവെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തൊട്ടാൽ വീഴുന്ന വിധത്തിലുള്ള ഒരു പലക കതവ്, ഓല മെടഞ്ഞ. അവിടെയൊക്കെ ഇങ്ങനെ ഈ ചെറ്റപ്പെരയിൽ ഒരുപാട് കിഴുത്തകളും ആ കിഴുത്തുകളിൽ മഗ്ഗുമുണ്ട്. ഈ അന്ന് വരുന്ന വഴിക്ക് കേട്ട അറിവനുസരിച്ച് ഇവരുടെ രോഗം മൂലം ആണെന്നാണ്. പക്ഷേ പാമ്പ് കയറാതിരിക്കാൻ ചെറ്റപ്പെരയുടെ ഹോളുകൾ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ അമ്മ കണ്ണുവിൽ നിന്നും കണ്ണുനീരോടുകൂടിയാണ് വന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു ഉത്രാടത്തിൻ്റെ എന്നാണ്. ഉത്രാടത്തിൻ്റെ ഒരു ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മയെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ വല്ലതും കാപ്പ് കുടിച്ചോ? ഇല്ല മോനെ, പോയി 7 രൂപ 50 പൈസ എടുത്ത് വെച്ചിരിക്കുകയാണ്. രാവിലെ പോയിട്ട് ഗോതമ്പൊടി മേടിക്കണം, എന്നിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പം ആ അമ്മയ്ക്ക് പെട്ടെന്നൊരു വീട് വെച്ച് കൊടുത്തു. അന്ന് അമ്മയുടെ മോടെ കല്യാണമൊക്കെ ശരിയായി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരു ചെറുപ്പക്കാരൻ സൗജന്യമായി വിവാഹം കഴിക്കുകയാണ്. അപ്പം B.Ed കഴിഞ്ഞ കുട്ടിയാണ്. അപ്പം ഈ കുട്ടിയുടെ ഈ അവസ്ഥ കണ്ട് കല്യാണത്തിന് മുമ്പ് വീടൊക്കെ റെഡിയാക്കി പെട്ടെന്ന് ഒരു 1.5 മാസം കൊണ്ട് വീടൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വീടിൻ്റെ പണി പൂർത്തിയാക്കാൻ പകുതിയുള്ളപ്പം ഈ കുട്ടിക്ക് ജോലിയും മേടിച്ചു. B.Ed ഒരു കടയിൽ ഒരു ജോലിയും മേടിച്ചു കൊടുത്തു. ആ കടയിലെ ഉടമസ്ഥയോട് ഈ കുട്ടി പറഞ്ഞു, ഈ വിവാഹം എനിക്ക് വേണ്ട, എന്നേക്കാൾ ഒരുപാട് പ്രായം കൂടിയതാണ്, എൻ്റെ അത്രയും വിദ്യാഭ്യാസമില്ല, ഇപ്പം തന്നെ എന്നെ സംശയമാണ്, ദൂരെ എന്നെ ഇങ്ങനെ കെട്ടിച്ചു വിട്ടാൽ ഈ വയ്യാത്ത അമ്മയും ഈ ഇളയ അനിയത്തിയും എങ്ങനെ ജീവിക്കും? എന്നോടത് ഷെയർ ചെയ്തു. കല്യാണം നടന്നില്ല. പക്ഷേ ഒരു 2 മാസത്തിന് ശേഷം ഈ പെൺകുട്ടിയുടെ വിവാഹം മറ്റൊന്ന് അനുയോജ്യമായ മറ്റൊരു വിവാഹം എല്ലാം ഉറപ്പിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, അങ്ങളെ ഈ 130 രൂപ ഒരു ഇല ഊണിന് പറയുന്നു, അതിൽ കുറവുള്ള ആരെങ്കിലും പരിചയമുണ്ടോ? അപ്പം ഒരു മണവാട്ടിയായ പെൺകുട്ടി ഈ ഇല അന്വേഷിക്കണം, എല്ലാം അന്വേഷിക്കണം. അവിടുത്തെ ഗൃഹനാഥയായിട്ട് ഈ കുട്ടി മാറി, മണവാട്ടി മാറി. അപ്പോൾ ഞാൻ എനിക്കൊരു മോളാണ്, ഞാൻ എൻ്റെ മോളെക്കുറിച്ച് ആലോചിച്ചു. ഒരു വിവാഹം, ഒരു പെൺകുഞ്ഞുണ്ടെങ്കിൽ ആ വിവാഹത്തിന് വേണ്ടി അവർ എത്ര സ്വപ്നം കാണും. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, പെട്ടെന്ന് ഉടൻ തന്നെ ഇതൊന്നും ആലോചിക്കാതെ ആ കുട്ടിയോട് പറഞ്ഞു, ഇനി മോളൊന്നും അന്വേഷിക്കേണ്ട. അങ്ങനെ ആദ്യത്തെ കല്യാണം, അത് ആ കല്യാണങ്ങളും ഇപ്പോൾ നടക്കുന്ന കല്യാണങ്ങളും എല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്. സ്വർണവും പണവും ഒഴിച്ച് ഒരാൾ അരി മേടിക്കും, ഒരാൾ ഉപ്പ് മേടിക്കും, ഒരാൾ പഴം മേടിക്കും, ഒരാൾ നാരങ്ങ മേടിക്കും, മുളക് പൊടി ഒരാൾ തരും, മല്ലിപ്പൊടി ഒരാൾ തരും. അങ്ങനെ ഈ ഒരു സദ്യയ്ക്ക് വേണ്ടുന്ന ഇല ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഓരോ വ്യക്തികളിൽ നിന്നും കണ്ടെത്തി ആ പ്രദേശത്തുള്ള പാചകക്കാരെ കൊണ്ട് സൗജന്യമായി പാചകം ചെയ്യിച്ച്
പന്തലൊക്കെ സൗജന്യമായി ഇട്ട് തന്ന് ഷെഫീക്കുന്ന എൻ്റെ സുഹൃത്താണ്, സ്ഥിരമായി പന്തലിട്ട് തരുന്നത്. ചിലപ്പോൾ ചേട്ട ചായക്കടയിൽ നിന്ന് എല്ലാ കല്യാണത്തിൻ്റെ തലേ ദിവസത്തേക്കുള്ള കാപ്പി ആ മനുഷ്യൻ സൗജന്യമായി തരും. അത്തരത്തിൽ അനേകരുടെ കൂട്ടായ്മയായിക്കൊണ്ട് ഈ 53 വിവാഹങ്ങളും 1-2 ലക്ഷം രൂപ ഒരാളും ചോദിച്ച് മേടിച്ച് നടത്തിയ കല്യാണങ്ങളല്ല. പലരുടെയും, ഈ പേരെടുത്ത് പറയാത്ത തന്നെ പലരുടെയും അധ്വാനത്തിൻ്റെ പങ്ക് ഒരുമിക്കുമ്പം അവിടെ ആ പങ്കുവെക്കലാവും. അവിടെയാണ് എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട് യേശുക്രിസ്തു 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ. അതിന് വലിയൊരു അത്ഭുതമായി പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഇന്നും ആ അത്ഭുതത്തേക്കാൾ അപ്പുറം ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന ആ വലിയ ജനക്കൂട്ടത്തിൻ്റെ കയ്യിലൊക്കെ അപ്പവും മീനും കണ്ടേക്കാം, ഇല്ലെങ്കിൽ അപ്പവും മീനും മേടിക്കാനുള്ള പൈസകൾ കണ്ടേക്കാം. പക്ഷേ വിശപ്പിൻ്റെ വിളി യേശുക്രിസ്തു കേട്ടു. ഒരു ബാലൻ അത് പങ്കുവെച്ചപ്പോഴാണ് ആ സമൂഹത്തിൻ്റെ മുഴുവൻ വിശപ്പ് മാറി. ഇന്നും വിശക്കുന്നവനും ലോകത്തിന് മരുന്ന് മേടിക്കാനില്ലാത്തവനും വീടില്ലാത്തവനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ പ്രാർത്ഥന അത് പരിപൂർണമാവണമെങ്കിൽ 5 അപ്പവും 2 മീനും കയ്യിലുള്ള ബാലനെ പോലെ പങ്കുവെക്കുവാൻ ഞാനും ബൈജുവും തയ്യാറായെങ്കിൽ മാത്രമേ ദൈവത്തിനോടുള്ള ഈ മനുഷ്യൻ്റെ പ്രാർത്ഥന, വിശപ്പിൻ്റെ പ്രാർത്ഥന, ഒരു മരുന്ന് മേടിക്കാനുള്ള പ്രാർത്ഥന, ഒരു വിദ്യാഭ്യാസത്തിന് ഫീസ് അടയ്ക്കാനുള്ള പ്രാർത്ഥന, ഈ ഭക്തൻ്റെ ദൈവത്തോടുള്ള അപേക്ഷ പരിപൂർണമാവണമെങ്കിൽ നാം ആ ബാലനാവും. തീർച്ചയായിട്ടും മദർ തെരേസ ഒരിക്കലേ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് പങ്കുവെക്കാത്തതാണ് ഇന്ന് ദാരിദ്ര്യത്തിൻ്റെ കാരണം എന്ന്. എല്ലാവരും പങ്കുവെക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ശരിക്കും അത് ഷാജേട്ടൻ്റെ ഒക്കെ ഒരു പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ നമ്മളത് അറിയുമ്പോൾ ശരിക്കും അത് എത്ര സത്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ നാളെ 4 മണി മുതൽ ഈ പടവലങ്ങയും ശിവരാത്രിയാണ്. ശിവരാത്രിയുടെ മുമ്പത്തെ ദിവസമാണ്, 8-ാം തീയതിയാണ് ശിവരാത്രി. ശിവരാത്രിക്ക് എന്തായാലും പച്ചക്കറി നിർബന്ധമാണ്. നല്ല നാടൻ പടവലങ്ങയും വാഴക്കൂമ്പും കിട്ടുന്നെങ്കിൽ നല്ല പയറും ഒക്കെയായി ഈ കിടക്കുന്ന ശ്രീജ എന്ന് പറയുന്ന 38 വയസ്സുള്ള വീട്ടമ്മയെ സഹായിക്കാനാണ്. നമുക്കറിയാം ഈ മലദ്വാരത്തിൽ ക്യാൻസറാണ് ശ്രീജയ്ക്ക്. ഒരു ഇടത്തരക്കാരന്റെ ഒരു വീട്ടിൽ ഒരു രോഗിയായി പോയാൽ 2 തരത്തിൽ ആ കുടുംബം തകർന്നു പോകും. ഒന്ന്, രോഗിയായി വീട്ടമ്മ കട്ടിലാണ്. ഒപ്പം റജി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭർത്താവ് ഈ വീട്ടമ്മയെ, ഭാര്യയെ ശുശ്രൂഷിക്കേണ്ട കാരണത്താൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം. 2 വിദ്യാർത്ഥികൾ. നമുക്കറിയാം, നമ്മളൊക്കെ മക്കളെ പഠിപ്പിക്കും, ഒരു കുടുംബം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന് ഇത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ബാങ്കിൽ ലോണുണ്ട്, അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, മരുന്നിന്റെ ചെലവ്. യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച് ചിന്തിക്കുകയും കർത്താവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, നമ്മുടെ കൂടെ ഉള്ള ദൈവത്തെ, ലോകാവസാനത്തോളം നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ യേശുവിന്റെ വചനമൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. നമ്മുടെ കൂടെയുള്ള ദൈവമാണ്. നാം ദൈവത്തെ കാണുവാൻ ദേവാലയങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോകുമ്പോൾ നമ്മുടെ അയലത്ത് ഇതുപോലെ ദൈവങ്ങളുണ്ട് എന്ന് ഓർക്കണം. നാം ദൈവമാവണം, ഇവരെ ദൈവമായി കാണണം. നാം ഇവരിൽ കൂടി ദൈവത്തെ കണ്ട് ഇവരോട് ദൈവത്തിന്റെ സ്നേഹം പങ്കിടുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ആത്മീയതയും യഥാർത്ഥ ദൈവത്തെയും കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും ഭക്തിയുടെ നിറവിലാണ്. പക്ഷേ മരുന്നിന് മാർഗമില്ലാതെ, നല്ല വസ്ത്രം ധരിക്കുവാൻ മാർഗമില്ലാതെ, ബാങ്ക് വായ്പ. കഴിഞ്ഞ ദിവസം പാലാ ഒരു കുടുംബത്തിലെ ഒരു 4 അംഗങ്ങൾ, 3 കുഞ്ഞുങ്ങളും ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം കടബാധിതയാൽ ആത്മഹത്യ ചെയ്തൊരു രംഗം കാണുവാനായി സാധിച്ചു. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഓരോ അപകടങ്ങൾ സംഭവിക്കുമ്പോഴും നമുക്കും അതിൽ ഉത്തരവാദിത്വമുണ്ട്. എൻ്റെ അയൽക്കാരൻ എവിടെ, എൻ്റെ സഹോദരൻ എവിടെ എന്നുള്ള ചോദ്യം ദൈവം നമ്മളോട് ചോദിക്കും എന്നുള്ള വലിയ ചിന്തയിൽ നമുക്ക് ഈ കുടുംബത്തെ സഹായിക്കണം. നാളെ 4 മണി മുതൽ തൃക്കുന്നപ്പുഴ ജംഗ്ഷനിൽ പടവലങ്ങയും കൂമ്പും. പടവലങ്ങയുടെയും കൂമ്പിന്റെയും വിലയുടെ മഹത്വമല്ല, മറിച്ച് ഒരു പടവലങ്ങ വാങ്ങി നിങ്ങൾ നൽകുന്ന 10 രൂപ മുതൽ 500, 1000, 2000 ഒക്കെ നൽകുമ്പോൾ ഈ കുടുംബത്തിന്, ഈ കിടക്കുന്ന ശ്രീജ എന്ന് പറയുന്ന പെൺകുട്ടി ആരോഗ്യത്തോടു കൂടി എഴുന്നേറ്റ് തന്റെ വീടിന്റെ ചുമതല ഏറ്റെടുക്കേണ്ട ഒരു നല്ല ആരോഗ്യവതിയായ ഒരു ശ്രീജയെ ദൈവം നമുക്ക് തിരിച്ചു നൽകുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഈ ചലഞ്ച് ഒരു വൻ വിജയമാകണം. പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി പേര് ഇപ്പോൾ ഷാജേട്ടൻ ഇങ്ങനെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് കൂടുതലായിട്ട് ജനങ്ങൾ അറിയുമ്പോൾ കൂടുതൽ പേര് സമീപിക്കുന്നുണ്ടാവും ഓരോ ആവശ്യങ്ങളുമായി. അപ്പോൾ ഇങ്ങനെ സമീപിക്കുന്നവരെ അവരുടെ ആവശ്യം ജെനുവിനാണ്, ഞാനിതിൽ ഇടപെടേണ്ടതാണ് എന്ന് ഷാജേട്ടനൊരു തീരുമാനമെടുക്കുന്നത് എങ്ങനെയാണ്? അത് എൻ്റെ മനസ്സിലൊരു ആവശ്യം പറയുമ്പോൾ എന്തോ ഞാനതൊക്കെ ദൈവിക സ്പർശനമായിട്ട് തന്നെ കാണും. എൻ്റെ ഒരു സ്പാർക്ക് എൻ്റെ മനസ്സിൽ തോന്നും. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ സൺഡേ ശാലേമിനകത്ത് എൻ്റെ ഒരു ആർട്ടിക്കിൾ, ഒരു ഫുൾ പേജ് ആർട്ടിക്കിൾ കഴിഞ്ഞ ക്രിസ്മസിനോടനുബന്ധിച്ചു. അപ്പോൾ അതിനകത്ത് എന്നെ ഒരുപാട് പേര് പല ഭാഗത്തും വിളിക്കും, സഹായിക്കാൻ 10 രൂപ ഷാജി ഇതിനെ ഏൽപ്പിക്കാം എന്ന് പറഞ്ഞൊരു വളരെ ചുരുക്കം. എന്നാൽ ആവശ്യമായി പലരും എൻ്റെ അടുത്ത് വന്നു. ഇവരോടൊക്കെ ഇവരെ എല്ലാം ഒന്ന് സഹായിക്കാൻ പറ്റി. എന്നാൽ കുറേ അധികം ആൾക്കാർക്കൊക്കെ മരുന്ന് മേടിച്ച് കുതിരുകയും പൈസ ചെറിയ എമൗണ്ടിലൊക്കെ ഇട്ട് കൊടുക്കുകയും
കുറേ പേരെ സഹായിക്കാൻ സാധിച്ചു. ഈ കേൾക്കാനുള്ള ഒരു മനസ്സും കൂടെ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെടുകയാണ്. നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ദുഃഖം ഒന്ന് കേൾക്കണം. ഒരു ബുദ്ധിമുട്ടുള്ളൊരു കുടുംബത്തിൽ നിന്ന് ഒരു കല്യാണം വിളിക്കാൻ വന്നാൽ കല്യാണക്കുറി മേടിച്ച് വെച്ച് അവരെ പറഞ്ഞു വിടുകയല്ല, അവരോടൊന്ന് അന്വേഷിക്കണം. അയൽക്കാർ, എൻ്റെ മോടെ കല്യാണത്തിന് എന്തൊക്കെയായി, പന്തലാരോടാ പറഞ്ഞ്, ഓഡിറ്റോറിയമാണോ അതോ പന്തലാണോ, എനിക്ക് ഉച്ചഭക്ഷണത്തിൽ എത്ര പേരെ നീ വിളിക്കുന്നുണ്ട്, ഒരു 10 മിനിറ്റ് ഇവരോട് സംസാരിച്ചാലുണ്ടല്ലോ ഇവർക്ക് കിട്ടുന്നൊരു സന്തോഷം ഒന്നും കൊടുക്കണ്ട. ഇത് പകരം നമ്മൾ 1000 രൂപ കൊടുത്ത് 500 രൂപ കൊടുത്തൊരു പഴവും മേടിച്ച് കഴിച്ചുകൊണ്ട് നമ്മൾ പോരുകയാണ്. പകരം നമ്മുടെ വീട്ടിൽ വരുന്നവൻ ഒരു അർഹതപ്പെട്ടവനാണെങ്കിൽ അവനെ ഒന്ന് കേൾക്കാൻ സാധിച്ചാൽ തന്നെ അവൻ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വലിയ മനസ്സമാധാനത്തോടുകൂടിയായിരിക്കും. അപ്പോൾ കേൾക്കാനുള്ളൊരു മനസ്സ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായാൽ തന്നെ പകുതി പ്രശ്നം തീരും. അതുകൊണ്ട് എൻ്റെ അടുത്ത് വരുന്ന അപേക്ഷകളിലും എന്നെ വിളിക്കുന്നതിലൊക്കെ സമീപ പ്രദേശങ്ങളിൽ 90% കാര്യങ്ങൾ നടക്കും. കഴിഞ്ഞ ഏറ്റവും അവസാനം ഒരു നടത്തിയ ചലഞ്ച് ഒരു പിതാവ് ഞായറാഴ്ച രാവിലെ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ നല്ല സമയക്കാരൻ്റെ കഥ ഓർത്തു. ഞായറാഴ്ച ഒരു കള്ളനാൽ ഉപദ്രവിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനെ പട്ടക്കാരൻ ധൃതിയിൽ തൻ്റെ ജോലിക്ക് വേണ്ടി പോയി, ട്രസ്റ്റിയും പള്ളിയിലെ ജോലിക്ക് വേണ്ടി പോയി. അവിടെ ആ നല്ല സമരിയക്കാരനായിട്ട് കാണിച്ചത് ഒരു സമരിയക്കാരനെയാണ് കാണിച്ചത് എന്ന് പറഞ്ഞത്. ഞാൻ ഈ ഞായറാഴ്ച രാവിലെ എൻ്റെ ഭാര്യ പള്ളിയിൽ പോകാൻ ചാച്ചാ എണ്ണീക്കെന്നൊക്കെ പറഞ്ഞ സമയത്താണ് ഈ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ മോന് ഹോസ്പിറ്റലാണ്, അപ്പൻഡിക്സിൻ്റെ അസുഖം, അത് പൊട്ടുന്ന അവസ്ഥയിലായി, സർജറി ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി എൻ്റെ മോൻ മരിച്ചു പോകുമായിരുന്നു, അതുകൊണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെയ്തു, 50,000 രൂപയുടെ ബില്ല് വേണം. ഞാൻ കുറേ പേരോട് ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നത്. ഈ നമ്പർ കണ്ട് വിളിക്കുകയാണ്, ദൈവത്തോട് പറയുന്ന പോലാണ് ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അതൊന്നുമല്ല സ്വാധീനിച്ച് ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, ഇപ്പോൾ എൻ്റെ മോൾക്ക് ഹോസ്പിറ്റലിൽ പൈസ ഇല്ലാതെ വന്ന് ബില്ലടയ്ക്കാൻ നിവൃത്തിയില്ലാതെ എൻ്റെ മോള് ഒരു ബെഡിൽ കിടക്കുമ്പോൾ ഞാൻ അപ്പനെയല്ല ഓർത്ത്, അമ്മയല്ല ഓർത്ത്, സർജറിക്ക് ശേഷം എൻ്റെ അപ്പന് എൻ്റെ ബില്ലടയ്ക്കാനുള്ള നിവൃത്തിയില്ലല്ലോ എന്ന് മനപ്രയാസപ്പെട്ടിരിക്കുന്നൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെയാണ് ഞാൻ ഓർത്ത്, വേറെ ഒന്നും അവിടെ ചിന്തിച്ച്. ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് അപ്പോൾ മോനടുത്ത് പോണ്ട്. ആ കുഞ്ഞിനോടും പറഞ്ഞു, മോനെ നീ വിഷമിക്കേണ്ട, ഈ ബില്ലിനെക്കുറിച്ച് നീ ഓർക്കണ്ട എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പടവലങ്ങയ്ക്കും കൂമ്പും വിൽക്കുന്ന ശശിചേട്ടനെ വിളിച്ചു. ചേട്ടാ നാളെ എനിക്ക് ഒരു 100 കിലോ പടവലങ്ങ വേണം, കൂമ്പും വേണം. പടവലങ്ങയും കൂമ്പും മേടിക്കാൻ ചെന്നപ്പം വാഴക്കൂമ്പ് വിൽക്കാൻ ഈ കടയിൽ കൊടുക്കാൻ വന്ന ഷാജി ജോർജിനോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കൂമ്പിനൊന്നും പൈസ വേണ്ട. മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ തോട്ടത്തിൽ പറിക്കാൻ പറ്റുന്ന പടവലങ്ങ മുഴുവൻ പറിച്ചു. അപ്പം എനിക്ക് 1800 രൂപ ചിലവായുള്ളൂ, പകരം 50,000 രൂപ വേണമായിരുന്നു. 51,000 രൂപ കിട്ടി, 1 മണിക്കൂർ കൊണ്ട്. ദൈവിക അത്ഭുതമല്ലേ? തീർച്ചയായിട്ടും. അവിടെ എനിക്ക് 60,000 കിട്ടിയില്ല, 75,000 കിട്ടിയില്ല. അവർക്ക് എന്താണോ ആവശ്യം 50,000 കിട്ടുന്നിടത്ത് 51,000 രൂപ കിട്ടി. കരുതലച്ചൂട് കൂട്ടായ്മയുടെ 163ാമത് ചലഞ്ചായിരുന്നു. പെട്ടെന്ന് ഇന്നലെ ക്രമീകരിച്ച ചലഞ്ചാണ്. ഒരു കാല് മുറിച്ച ഒരു സഹോദരനെ സഹായിക്കാൻ വേണ്ടി ചീരയും കൂമ്പും പടവലങ്ങയും വിറ്റ് 33,700 രൂപ. അപ്പോൾ ഏറ്റവും വലിയ ഭാഗ്യം മണിലേഖ മെമ്പറുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് ഒരു കാല് വെച്ച് ഒരു കാല് നഷ്ടപ്പെട്ട മനുഷ്യനാണ്, മുറിച്ചു കളഞ്ഞാണ്. സാബു മീനത്തേൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ വളരെ വില കൂടിയാണ്, 80,000 രൂപയോളം വിലയുള്ള കാല് വെച്ചു കൊടുക്കാനുള്ള സമ്മതം മൂളി എന്നുള്ളതാണ് ഈ ചലഞ്ചിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. 33,700 രൂപ ഏൽപ്പിക്കുന്നു. നാം ദൈവമായാൽ ഇങ്ങനെ അതിശയങ്ങൾ നടക്കും. ഇപ്പം പല തരത്തിലുള്ള ചലഞ്ചുകൾ പറഞ്ഞു. ഉണ്ണിയപ്പം ചലഞ്ച് പറഞ്ഞു, ഇപ്പം പടവലവും അതുപോലെ തന്നെ വാഴക്കൂമ്പ് കപ്പലണ്ടി ഏറ്റത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയിട്ടുള്ള ഒരു ചലഞ്ച് ഏതായിരുന്നു? ഈ കരുതലച്ചൂട് കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആ ഹൃദയഭാരത്തിൽ, അത് എന്താണോ ആവശ്യം ആ ഒരു ആവശ്യം ഹൃദയഭാരമായി എടുത്തു നടത്തുന്നത് കൊണ്ടാണ് അത് വിജയമായി തീരുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഹൃദയസ്പർശിയാണ്. അതിൻ്റെ സമാപനം ഒരു സന്തോഷമായി തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ഭംഗിയായാണ് അവസാനിക്കുക. എന്നാൽ ഒരു 3 വയസ്സുള്ളൊരു കുഞ്ഞിനെ പെട്ടെന്ന് ഒരാളിനെ വിളിച്ച് പറഞ്ഞു, ചെവി കേൾക്കത്തില്ല, ചെവിയുടെ ഓപ്പറേഷൻ നടത്തണമെങ്കിൽ 3 ലക്ഷം രൂപ വേണം. പെട്ടെന്നൊരു 3 ലക്ഷം രൂപ എന്തോ എനിക്കൊരു പ്രയാസം തോന്നി, എങ്ങനെ ഉണ്ടാക്കും. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ കാര്യമാണ്. ആ കുഞ്ഞിനെ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞ എല്ലാം ഒരു രോഗികളെയും ബുദ്ധിമുട്ടിലേക്ക് കാണുമ്പോൾ അവരെ ദൈവമായിട്ട് കാണാൻ എനിക്ക് പറ്റുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖം ഇപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് മാറുന്നില്ല. ഉടൻ തന്നെ അനൗൺസ് ചെയ്തു, ഏറ്റവും വിലക്കുറവ് മാർക്കറ്റിൽ കിട്ടുന്നത് ഏത്തക്കയാണ്, പഴുത്ത ഏത്തക്ക വിൽക്കാൻ തീരുമാനിച്ചു. അനൗൺസ് ചെയ്ത് വീഡിയോ ഇട്ടു, വണ്ടിയിൽ ഫ്രണ്ട് അനൗൺസ്മെൻ്റൊക്കെ ആയിട്ട് ആ ഒരു പഞ്ചായത്തിൻ്റെ ആ ഒരു വാർഡ് കേന്ദ്രീകരിച്ച് അവസാനം പൈസ എണ്ണിയപ്പം 3,10,000. അതുപോലെ തന്നെയാണ് ജന്മനാ കണ്ടു കാണാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ വീട് പണി പൂർത്തീകരിക്കുന്നില്ല.
അപ്പം ഇതെങ്ങനെ പൈസ കണ്ടെത്തും? ഇനിയും ആരോട് ചോദിക്കും? ഒരു ചലഞ്ചും മനസ്സിൽ ഓർമ്മ വന്നില്ല. ഉടനെ ദൈവം എൻ്റെ മനസ്സിലൊന്ന് തോന്നിച്ചു, സൽക്കാരം നേരത്തെ നടത്താം. നമ്മൾ വീട് പണി കഴിഞ്ഞ് പാലുകാച്ച് നടത്തി ആൾക്കാരെ വിളിച്ച് ഭക്ഷണം കൊടുത്ത് ആൾക്കാർ സമ്മാനം കൊടുക്കും. ഇത് എന്തുകൊണ്ട് നേരത്തെ ആയിക്കൂടാ? അപ്പം ഫൗണ്ടേഷൻ പണിത് കിടക്കുന്ന ജന്മനാ കണ്ണ് കാണാത്ത പ്രദീപിന് നിങ്ങൾ നേരത്തെ സഹായം നൽകണം, എൻ്റെ വീട് പണി പൂർത്തീകരിക്കാനാണെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 4 ലക്ഷം രൂപ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടും. ഒരു സൽക്കാരം നടത്തി, കപ്പ വേവിച്ചതും അപ്പവും മുട്ടക്കറിയൊക്കെ ആയിട്ട് നാട്ടുകാർ ഇതെല്ലാം ഉണ്ടാക്കിയതെല്ലാം നാട്ടുകാർക്കെല്ലാം ഈ ക്ഷണക്കത്ത് കൊടുത്തു. ഈ കാര്യം പറഞ്ഞ് ക്ഷണക്കത്ത് കൊടുത്തു. 2,100,000 രൂപ കിട്ടും. അങ്ങനെ ഈ ചലഞ്ചുകൾ ആലോചിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട്, പ്രിൻസിനോടും പറഞ്ഞു, എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ വഴക്ക് പറയും, എൻ്റെ മരണവും ഒരു ചലഞ്ചാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ എപ്പോഴും ചിന്തിക്കും, എനിക്ക് ഒരുപാട് ആയുസ്സൊന്നുമുള്ള ആളല്ല. അതുകൊണ്ടാണ് ദൈവം ഷോർട്ട് പീരീഡ് ആയതുകൊണ്ടാണ് ചെറിയ കാലയളവിൽ വലിയ കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്ന് എനിക്ക് സ്വയം ദൈവത്തിൻ്റെ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. മരണമൊന്നും നമ്മുടെ കയ്യിലുള്ളതല്ല, ദൈവത്തിൻ്റെ നിശ്ചയമാണ്. എന്നാൽ പോലും ഞാൻ ആലോചിക്കും, മരണം ഒരു ചലഞ്ചാവണം. കാരണം നമ്മളൊക്കെ ഈ മരണ വീട്ടിൽ ഞാൻ പോകാറുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മരണങ്ങളൊക്കെ ആഘോഷമായി മാറുകയാണ്. റീത്തുകളും കഴിഞ്ഞ എൻ്റെ സുഹൃത്ത് മരിച്ചപ്പം ഒരു 2 ജീപ്പ് നിറച്ചാണ് റീത്തുണ്ടായിരുന്നു. ഞാൻ ഈ പൂക്കച്ചവടക്കാരനോട് ചോദിച്ചു, ഇതിൻ്റെ വാല്യൂ എന്ത് വരും? ഇത് വെറുതെ ഞാൻ ചോദിച്ചാൽ പറഞ്ഞു, 1.5 ലക്ഷം രൂപയുടെ വിലയുള്ള റീത്ത് 2 ജീപ്പിലാണ് ഈ കൊണ്ടുവന്ന് ശവക്കല്ലയുടെ മുകളിൽ വെക്കുന്നത്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ മോളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മരിച്ചാൽ റീത്ത് വെക്കാൻ പാടില്ല, മറിച്ച് ഈ ബോക്സ് എൻ്റെ മൃതശരീരത്തിൽ അവിടെ വെക്കണം. 41 ദിവസം ഈ ബോക്സ് വെക്കണം. ഈ മരണത്തിന് ശേഷവും എന്നെ അനുശോചനം വഹിക്കാനും അന്ന് വരാൻ പറ്റാത്തവരൊക്കെ എൻ്റെ വീട്ടിൽ വരും. അവരോട് നീ പറയണം, എൻ്റെ അച്ചാച്ചിയുടെ ആഗ്രഹമാണ് ഈ ബോക്സിൽ പൈസ നിക്ഷേപിക്കണം. 41-ാം ദിവസം ഈ ബോക്സ് പൊട്ടിച്ച് ഏതെങ്കിലും ഒരു രോഗിക്ക് ചികിത്സ സഹായത്തിന് എനിക്ക് കൊടുക്കും. എൻ്റെ ബർത്ത്ഡേകൾ 4 വർഷമായിട്ട് ചലഞ്ചായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ ഓരോ ചലഞ്ചും 4 ബർത്ത്ഡേക്ക് 3 ചലഞ്ചിൽ പണം കിട്ടി 3 വീടുകൾ വെച്ചു കൊടുക്കാൻ സാധിച്ചു. ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് സാധിച്ചു. അങ്ങനെ എൻ്റെ ബർത്ത്ഡേ ചലഞ്ചായിട്ട് ഞാൻ ചലഞ്ച് ഏറ്റെടുത്ത് സഹായിക്കുമെങ്കിൽ എൻ്റെ മരണവും ഒരു ചലഞ്ചാവണം. ഈ സമൂഹത്തിന് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നത് ഒരു വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് തന്നെ വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. നമ്മൾ ഇങ്ങനെ ഓരോ ചലഞ്ചുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലെയുള്ള ഒരു മീഡിയമൊക്കെ നമുക്ക് എത്രത്തോളം സഹായകമാകുന്നുണ്ട്? ശരിക്കും ഈ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയയാണ് എൻ്റെ പ്ലാറ്റ്ഫോം. അതിൽ കൂടിയാണ് ആൾക്കാർ എന്നെ കണ്ടെത്തുന്നതും എൻ്റെ ആശയങ്ങളും എൻ്റെ കാര്യങ്ങളും ജനങ്ങളോട് ഞാൻ പറയാനുള്ളത്. ഫേസ്ബുക്ക് എന്നുള്ള മീഡിയ അല്ലാതെ ഒന്നും എനിക്കില്ല. ഷാജിച്ചേട്ടനെ സഹായിക്കാനായിട്ട് കൂടെ സുഹൃത്തുക്കളായിട്ടും മറ്റുമൊക്കെ ഇതിന് സ്നേഹിതന്മാരുമായിട്ടൊക്കെ ഈ പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന എത്രത്തോളം പേരുണ്ട്? ഞാൻ പറയുന്നത് എൻ്റെ സുഹൃത്തുക്കളാണ് അതാണ് ഈ കൂട്ടായ്മയുടെ ഒരു ബലം. എൻ്റെ ഏറ്റവും ആദ്യം മുതൽ എൻ്റെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന അനീഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ്. ബാക്കി ഇപ്പം നമുക്ക് ഇതിന് പ്രത്യേക ഒരു അണികളോ അനുയായികളോ ഇല്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പം ആ രോഗിയെ സഹായിക്കണമെങ്കിൽ ആ പ്രദേശത്തുള്ള കുറച്ച് പേര് ഇതിൻ്റെ കൂടെ കൂടും, എന്നാലും ഇത് വിജയിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ കാർത്തിപ്പള്ളിയിലുള്ള 10 പേരുമായിട്ട് കരുവറ്റയിൽ ചെന്നാൽ വിജയിക്കത്തില്ല. കരുവറ്റയിൽ ഒരു രോഗിയെ സഹായിക്കണമെങ്കിൽ കരുവറ്റയിലുള്ള 10 പേര് വേണം. അങ്ങനെ ഈ എവിടെയൊക്കെയാണോ സഹായിക്കുന്നത് അവിടെയൊക്കെ കൂടെ നിൽക്കാൻ ദൈവം, ഞാൻ എപ്പോഴും ആലോചിക്കും, ഏലിയാവിനെ കാക്കയെ കൊണ്ട് അപ്പം കൊടുത്തതുപോലെ എങ്ങനെ ഇവരൊക്കെ എൻ്റെ കൂടെ കൂടുന്നു എന്നുള്ളത് വളരെ, അത് വലിയവരും ചെറിയവരും ഒക്കെ അങ്ങനെ അതാത് സ്ഥലങ്ങളിൽ ഓരോരുത്തരെ ദൈവം ഒരുക്കുന്നു അതാണ് കരളിച്ചുകൊണ്ട് കൂട്ടായ്മ. ഇപ്പം ചികിത്സാ സഹായം പറഞ്ഞു, അതുപോലെ തന്നെ വീടിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി, ഇങ്ങനെ പല രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചലഞ്ചുകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ ചെറിയ ഒരാവശ്യത്തിന് വേണ്ടി പോലും ചലഞ്ച് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിട്ടുപോയ കാര്യമുണ്ട്, വിദ്യാഭ്യാസം. ഒരു 3ഓളം MBBS സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നൊരു മാർഗം ഇത് കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ അവലംബിക്കാവുന്നതാണ്. ഒരു 10-60ഓളം വീടുകളിൽ പെൻഷൻ, വിദ്യാഭ്യാസ സഹായം അങ്ങനെ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് ഞാൻ ഇടനിലക്കാരൻ, ഞാൻ അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങൾക്കകത്തല്ല, ഞാൻ പോസ്റ്റ്മാൻ്റെ പണിയാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ ബൈജു അമേരിക്കയിൽ നിന്ന് വന്നു, ഗൾഫിൽ നിന്ന് വന്നു. ഞാൻ ബൈജുവിനെയും കൂട്ടി മറ്റു വീട്ടിൽ പോകും. വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിലെ അക്കൗണ്ട് നമ്പറിൻ്റെ ഡീറ്റെയിൽ ഫോട്ടോകോപ്പി എടുത്ത് എൻ്റെ പോക്കറ്റിൽ കാണും. ഞാൻ ആ വീട്ടിൽ ചെന്ന് ഈ വീടിൻ്റെ സാഹചര്യം കാണുമ്പോൾ ബൈജു ചോദിക്കും, അച്ഛാ എന്തോ ചെയ്യണം? ഞാൻ ഈ അക്കൗണ്ട് നമ്പറിൻ്റെ ഫോട്ടോകോപ്പി ബൈജുവിനെത്തും. ഈ മാസം എല്ലാ മാസവും കൃത്യമായിട്ട് കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിന് ബൈജു എന്തിനും അയച്ചു കൊടുക്കണം എന്നൊരു അപേക്ഷ ഞാൻ പറയും. ഉറപ്പായിട്ടും ഈ ബൈജു എല്ലാ മാസവും കൃത്യമായ വീട്ടിൽ പൈസ അയച്ചു കൊടുക്കും. പക്ഷെ അത് ഞാൻ മേടിച്ച് കൊടുക്കുന്നതിന് പകരം ഡയറക്റ്റ് ഇവർക്ക് കൊടുക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അത്തരത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാളെ സഹായിക്കണം എന്ന് മനസ്സിൽ നമുക്ക് തോന്നിയാൽ അതിന് ഇന്നത് വേണമെന്നോ ഇന്നതോ വീട് വെപ്പോ കല്യാണമോ ഒന്നുമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ ആ സഹായത്തിനകത്ത് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു അനുഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായി. ഞാനും അഷറഫ് എന്ന് പറഞ്ഞ എൻ്റെ കൂട്ടുകാരനൂടെ
ഭക്ഷണം കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറിയപ്പം ആ എൻ്റെ മുമ്പിൽ ഒരു പ്രായമുള്ള മനുഷ്യൻ. ഞാൻ ദോശ പറഞ്ഞു, അഷ്റഫ് ഞാൻ പൊറോട്ട പറഞ്ഞു, അഷ്റഫ് ദോശ പറഞ്ഞു. ഈ മനുഷ്യൻ എൻ്റെ മുഖത്തോട്ട് ചായ കുടിക്കുന്ന നോക്കുന്നുണ്ട്, എൻ്റെ പാത്രത്തിലോട്ട് നോക്കുന്നുണ്ട്. ആ മനുഷ്യന് കഴിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ കയ്യിൽ പൈസ ഇല്ലെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഞാൻ ചോദിച്ചാൽ അഭിമാനം അദ്ദേഹത്തെ സമ്മതിക്കത്തില്ല. ഞാനതിന് പകരം പറഞ്ഞത് എൻ്റെ പപ്പയുടെ മുഖച്ഛായയാണ്. എൻ്റെ പപ്പയുടെ മുഖച്ഛായ ഒന്നുമല്ല. ഞാൻ പറഞ്ഞു എൻ്റെ പപ്പയുടെ മുഖച്ഛായ പോലെ അച്ഛനെ കണ്ടിട്ട് തോന്നുന്നു, അതുകൊണ്ട് ചോദിക്കുക, ഒന്നും തോന്നരുത്. ആഹാരം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പുള്ളി വളരെ ആവേശത്തിൽ പറഞ്ഞു 3 പൊറോട്ടയും ഒരു മുട്ടക്കറിയൊക്കെ. എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചോദിച്ചു നിങ്ങൾ എവിടെ പോകാൻ വന്നോ? അപ്പോൾ ഞാൻ പറഞ്ഞു രാജേഷ് എന്ന് പറഞ്ഞൊരു സുഹൃത്ത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളുണ്ട്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പടവലങ്ങയുടെ കാര്യം ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഉടനെ പറഞ്ഞു രാജേഷിന് ഇവിടെ എനിക്കറിയാം, ബാ ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം എങ്ങനെയാണ് നിങ്ങൾ വന്ന് ബൈക്കിലാണ് ചാടി കയറി കാറെ കയറി വഴിയൊക്കെ തെറ്റി രാജേഷിന് വീട്ടിൽ പോകാൻ പറ്റിയില്ല. റോഡിൽ വെച്ച് രാജേഷിനെ കണ്ടു, നിങ്ങൾ തിരിച്ചു വന്ന് ഈ മനുഷ്യനെ ഇറക്കി. പക്ഷേ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞ വാക്കുണ്ട്, നമ്പറൊക്കെ മേടിച്ചു. പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാറിൽ, ഇന്നോവ എൻ്റെ കാറ്, ഇങ്ങനൊരു കാറിൽ കയറുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഞാൻ ആഹാരവും മേടിച്ചു കൊടുക്കാൻ പറ്റി. അദ്ദേഹത്തിൻ്റെ സന്തോഷം അതിനെനിക്കിതിന് മുതൽ മുടക്കുണ്ട്. അതുപോലെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ റിയാസും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചോറ് കൊടുത്തേച്ച് വരുന്ന വഴിക്ക് ഒരു ചായ കുടിക്കാൻ കയറി. എനിക്ക് ചായ ഭയങ്കര ഇഷ്ടം, ചാന്ന് കേട്ടാൽ മതി ഞാൻ നിർത്തും. ചായ കുടിക്കാൻ നിർത്തിയപ്പോൾ ഈ പറയുന്ന ഒരു മനുഷ്യൻ, പാപ്പച്ചൻ എന്നാണ് പേര്, കൊല്ലത്തുനിന്ന് ലോട്ടറി വിൽക്കാൻ വന്നതാണ്. ഞാൻ ചായ വേണമെന്ന് ചോദിച്ചു. ഉടനെ എൻ്റെ ഒരു ദൈവം തന്നെ വലിയ ഇത് ഞാനിങ്ങനെ അങ്ങ് ചോദിക്കും, എനിക്ക് അതിനകത്തൊരു അറപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്താണ് അവർ പറയുന്നത് ഞാൻ നോക്കാറില്ല. ചായ വേണമെന്ന് ചോദിച്ചു. വളരെ സ്വാതന്ത്ര്യത്തോടെ മോൻ ചോദിക്കുന്നതുകൊണ്ട് ചോദിച്ചു. പുള്ളി പറഞ്ഞു വേണം, ചായ വേണം. ചായ കുടിച്ചു കൊടുത്തു. എന്നിട്ട് ഈ മനുഷ്യൻ്റെ മുഖം തെളിയുന്നില്ല. കാര്യം എന്താണെന്നറിയാമോ? 3 മണിയാവാൻ 15 മിനിറ്റേ ഉള്ളൂ, 32 ടിക്കറ്റ് കയ്യിലുണ്ട്. ഇതൊന്ന് വിറ്റെങ്കിലേ ഈ മനുഷ്യന് നാളെ ടിക്കറ്റ് എടുക്കാൻ പറ്റും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. എനിക്ക് വേണമെങ്കിൽ 40 രൂപ ടിക്കറ്റ് എടുത്ത് എൻ്റെ ജോലി തീർക്കാം. പക്ഷേ 32 ടിക്കറ്റ് ഞാൻ മേടിച്ചു. 32 ടിക്കറ്റ് ഞാൻ മേടിച്ചിട്ട് ഞാൻ ഓരോ കടയിൽ കയറി ഓരോ ടിക്കറ്റ് കൊടുത്തു, 2 ടിക്കറ്റ് കൊടുത്തു. 5 മിനിറ്റ് കൊണ്ട് 32 ടിക്കറ്റ് വിറ്റ് പൈസ അപ്പച്ചാനെ ഇങ്ങോട്ട് ഏൽപ്പിച്ചു. ആ മനുഷ്യൻ്റെ മുഖത്ത് അമിട്ട് പൊട്ടുന്ന സന്തോഷമാണ്. എനിക്കിതിൽ ചിലവുണ്ടോ? ശരിക്കും ഇത്രയും പ്രവർത്തനങ്ങളും തിരക്കുമൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാനായിട്ട് ആവശ്യത്തിന് സമയം കിട്ടുന്നുണ്ടോ? കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് പരാതിയുണ്ടോ? പിന്തുണയാണോ? എന്താണ് വീട്ടിലെ സാഹചര്യങ്ങൾ? രാത്രി 12 മണിക്ക് വന്നാലും സന്തോഷത്തോടെ കഥ തുറന്നു തരുന്ന എൻ്റെ ഭാര്യയാണ്. അത് ഒരിക്കലും ഒരു പാവം അങ്ങനെ ഒരു പ്രത്യേക ഒരു സ്വർണ്ണക്കടയിൽ പോയി സ്വർണ്ണം മേടിച്ചു തരാനോ തുണിക്കടയിൽ പോയി തുണി മേടിക്കാനോ ഒന്നും തന്നെ അങ്ങനെ ഒരു ഡിമാൻഡ്സ് ഇല്ലാത്തൊരു എൻ്റെ ഭാര്യയും എൻ്റെ മകളും. ഹന്നയെന്നാണ് എൻ്റെ മോളുടെ പേര്. BSc സൈക്കോളജിക്ക് പഠിക്കുന്നു. മകൾ പലപ്പോഴും എനിക്ക് തിരുത്തൽ ശക്തിയാണ്. ഞാനീ പറഞ്ഞുകൊണ്ട് ഞാൻ 100% പെർഫെക്റ്റായ ഒരു മനുഷ്യനൊന്നുമില്ല. എൻ്റെ 53 വയസ്സിനുള്ളിൽ ഞാൻ തെറ്റും ശരിയൊക്കെ ചെയ്ത് വളർന്നു വന്നല്ല. ഞാനൊരു അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലില്ല. ഞാനൊരു പച്ചയായ മനുഷ്യൻ. രാവിലെ സൈക്കിളിൽ ഇറങ്ങാൻ പോകുമ്പം ഒരു ചായക്കട കണ്ടാൽ അവിടെ നിർത്തി അവിടെ ചായയും കുടിച്ച് അവിടെ ഇരിക്കുന്ന വ്യത്യസ്തമായ ആൾക്കാർ തമാശയും കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് അത്തരത്തിൽ ജീവിതത്തെ വളരെ നിസ്സാരമായി കണ്ട് തമാശയെ കണ്ട് ജീവിച്ച് കണ്ണടച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് വലിയ വറീഡല്ല ഞാൻ. അപ്പോൾ എൻ്റെ മോളൊരു തിരുത്തൽ ശക്തി ഞാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എല്ലാ തെറ്റുകൾക്കും എൻ്റെ മോൾക്കൊരു ഓർമ്മയായ കാലം മുതൽ പല കാര്യങ്ങളിലും എൻ്റെ മകൾ ഹന്ന ഒരു തിരുത്തലാണ്. ഞാൻ ഈ 2018 വലിയ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ പല മെറ്റീരിയൽസൊക്കെ അയച്ചു വന്ന് കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഒരു ദിവസം എൻ്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് പാഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മോളെ അവിടെ ഇരിപ്പുണ്ടല്ലോ. അന്ന് എൻ്റെ മോള് പറഞ്ഞൊരു വാക്ക്, അത് എനിക്കുള്ളതല്ല, എനിക്കുള്ളത് അച്ചാച്ചി കൊണ്ട് തരണം, അത് അന്യർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ അച്ചാച്ചി ഏൽപ്പിച്ചതാണ്, അതെനിക്ക് വേണ്ട. 100% ശരിയാണ്. അതുപോലെ എൻ്റെ മോള് പറഞ്ഞൊരു കാര്യമുണ്ട്, അച്ചാച്ചി എന്ന് കണ്ണടയ്ക്കുന്നു അന്ന് എനിക്ക് കൈമാറേണ്ടത്, എനിക്ക് നൽകേണ്ടത് അച്ചാച്ചു അധ്വാനിച്ചതും എൻ്റെ വല്യമ്മച്ചി അധ്വാനിച്ചതും മായിട്ടുള്ളത് മാത്രമായിരിക്കണം എനിക്ക് തരേണ്ടത്. അതൊക്കെ എന്നെ വല്ലാതെ എന്നെ സ്വാധീനിക്കും. പണത്തിനകത്ത് വലിയ കാര്യമൊന്നും ഇപ്പോൾ പേപ്പറിൻ്റെ വാല്യൂ പോലും ഇല്ല. അവൾക്ക് അവളുടെ സ്വപ്നം ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് വൃദ്ധസദനമൊന്നുമല്ല, അവൾക്ക് ജീവിച്ച് ജോലി കിട്ടി ഒക്കെ പണമൊക്കെ ആകുമ്പോൾ ഒരു 3-4 അമ്മച്ചിമാരെയൊക്കെ കൂടെ താമസിപ്പിച്ച്, അവർക്ക് അമ്മച്ചിമാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു 3-4 അമ്മച്ചിമാർ കൂടെ ജീവിക്കണം. വൃദ്ധസദനമോ ഒരു അതല്ല, അവളുടെ സ്വന്തം ചെലവിൽ 3-4 അമ്മച്ചിമാരെയൊക്കെ കൂട്ടി ജീവിക്കുന്ന ഒരു സ്ഥാപനമൊക്കെ അവരുടെ മനസ്സിൽ സ്വപ്നമാണ്. മാതാപിതാക്കളെ കുറിച്ച് എത്രത്തോളം ഓർമ്മകൾ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് എത്രത്തോളം ഒരു പ്രോത്സാഹനവും മാതൃകയും ഒക്കെ കിട്ടിയിട്ടുണ്ട്? എൻ്റെ പപ്പ ശരിക്കും കുന്നംകുളത്തുകാരനാണ്. എൻ്റെ അമ്മ വീടാണ് ചേപ്പാട്.
ഒരു നല്ല മനുഷ്യനായിരുന്നു എൻ്റെ പപ്പ. പ്രത്യേകിച്ച് കുന്നംകുളം പ്രദേശത്തുള്ള എല്ലാവരും നല്ല ആൾക്കാരാണ്. ഞാൻ എപ്പോഴും ചിന്തിക്കും, കുന്നംകുളം എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു മനസ്സിൻ്റെ ആവേശമാണ്. കുന്നംകുളത്തുള്ള മനുഷ്യരെല്ലാം വളരെയധികം വികാരങ്ങൾ പ്രകടിപ്പിക്കും. എന്ന് പറഞ്ഞാൽ പിണക്കമാണെങ്കിൽ പിണക്കം പ്രകടിപ്പിക്കും. ചിരിച്ചുകൊണ്ട് ഒരു പിണങ്ങിയിരിക്കാൻ അറിയാൻ വയ്യാത്ത നല്ലവരായ പോലെ ജനങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ് കുന്നംകുളം. കുന്നംകുളത്താണ് ഞാൻ ജനിച്ചത്. അതൊരു സന്തോഷമാണ്. അമ്മ അമേരിക്കയിലാണ്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എൻ്റെ സഹോദരി നിഷ, കുടുംബം. എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ നിലനിർത്തുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറിയക്കുട്ടിയെന്നും മറിയാസെന്നും ഒക്കെ വിളിക്കുന്ന എൻ്റെ അമ്മയൊക്കെ എൻ്റെ ചെറുപ്പകാലത്തിൽ അമ്മ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. ഒരു കുഷ്ഠരോഗിയായ ഒരു അമ്മ മരിച്ചുപോയപ്പം ആ മൃതശരീരത്തിൽ 5-10 തുണിയുണ്ട്, മൂത്രമൊഴിച്ച് മല ഒക്കെ ആയിട്ട് ഒരു 5-10 തുണിയുണ്ട്. നാണിച്ചോത്തി എന്ന് പറയുന്നൊരു അമ്മ മരിച്ചുപോയി. പക്ഷെ ആരും ആ കുഷ്ഠരോഗിയായതുകൊണ്ട് ആ ഡ്രസ്സൊന്നും മാറ്റാൻ, മൃതശരീരത്തിൻ്റെ ഡ്രസ്സ് മാറ്റാൻ തയ്യാറായില്ല. എൻ്റെ മമ്മിയും അടുത്തുള്ള മറ്റൊരു അമ്മാമയും കൂടിയാണ് ആ അമ്മയുടെ മൃതശരീരം വൃത്തിയാക്കി തുണിയെ കുളിപ്പിച്ച്. അതൊക്കെ എൻ്റെ മനസ്സിൽ ഇന്നുമുണ്ട്. അതുപോലെ ആ പ്രദേശത്ത് പല ആൾക്കാരെയും, പല അമ്മച്ചിമാരെയൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ ഞങ്ങളുടെ ബന്ധുക്കളാണെങ്കിൽ പോലും ചെന്ന് കഴിഞ്ഞാൽ അമ്മച്ചിമാരൊക്കെ നഖം വെട്ടാനൊക്കെ മമ്മി മണിക്കൂർ എടുക്കും. അതൊക്കെ ബ്ലേഡിൽ മുറിയത്തില്ല, വെള്ളത്തിൽ ആ കാലിറക്കി വെച്ച് ആ നഖമൊക്കെ വെട്ടിക്കൊടുക്കും. ആ ഒരു ചെറുപ്പത്തിൽ എൻ്റെ മമ്മിയുടെ ഒരു മനസ്സിൻ്റെ ഒരു ചെറിയ കണികൾ എൻ്റെ മനസ്സിൽ, എൻ്റെ ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത്. ആ അമ്മയുടെ മകനായി ജനിക്കാൻ പറ്റിയൊരു ഭാഗ്യമാണ്. ഷായിച്ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ശരിക്കും എനിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇങ്ങനെ ചില വിങ്ങലുകളും ചില വേദനകളും ചില സമയത്ത് കണ്ണു നിറയുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് പ്രേക്ഷകരും അതേ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാകും എന്ന് ഉറപ്പാണ്. ശരിക്കും ഷായിച്ചേട്ടൻ പറഞ്ഞ ഒരു കാര്യമാണ് എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത്. അതായത് നമ്മുടെ മരണാനന്തര ചടങ്ങുകളുടെ ആ ഒരു ദിവസം നടക്കുന്ന ആർഭാടവും അനാവശ്യ ചെലവുകളും ഒക്കെ ഒഴിവാക്കി തനി ലോകം വിടുന്ന ആ ഒരു സമയത്ത് ഈ പെട്ടി അവിടെ വെച്ച് ആ തൻ്റെ മരണദിനം പോലും, അല്ലെങ്കിൽ ഈ ലോകത്തു നിന്നുള്ള വേർപാട് പോലും മറ്റൊരു ചലഞ്ചാക്കി മാറ്റി മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പറയുന്ന ഷായിച്ചേട്ടൻ ആ ഒരു കാഴ്ചപ്പാടും ഒപ്പം ഷായിച്ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഈ ഒരു പ്രോഗ്രാം കാണുന്ന എല്ലാവരുടെയും ഹൃദയങ്ങളെ തൊടട്ടെ. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ഇതിൽ നിന്ന് ഒരുപാട് പ്രചോദനങ്ങൾ, ഒരുപാട് മാതൃകകൾ, ഒരുപാട് സാധ്യതകൾ അവരുടെ മുന്നിൽ തെളിയുന്നുണ്ട്. ഒത്തിരി പേർക്ക് തങ്ങളുടെ ചുറ്റുമുള്ള പാവപ്പെട്ടവരെ, വേദനിക്കുന്നവരെ, ആവശ്യമുള്ളവരെ, അർഹതപ്പെട്ടവരെ സഹായിക്കാനിടയാകുന്ന ഒരു ജീവിതമായിട്ട് മാറട്ടെ എന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുന്നു. കൂടുതൽ മികച്ച ചലഞ്ചുകളുമായിട്ട് ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം. താങ്ക് യു. നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി നല്ല ശമ്രായനായി നീ വന്നു, നന്മകളേറെ പകർന്നു തന്നു. ഒരു തിരുനാളമായി എരിയുമെൻ മനസ്സിൽ സാന്ത്വനം. പ്രാണനു കുളിരായി സഹയാത്രികനായി